ഞാൻ സ്ത്രീകളെ ഏറെ ബഹുമാനിക്കുന്നയാൾ, അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരില്ലാത്തത്. ഗണേഷ് കുമാർ. താൻ സ്ത്രീകളെ ഏറെ ബഹുമാനിക്കുന്നയാളാണെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. താൻ ആദരവോടും ബഹുമാനത്തോടെയുമാണ് സ്ത്രീകളോട് ഇടപെടാറുള്ളതെന്നും മന്ത്രി ദൂരദർശനിലെ ഒരു അഭിമുഖ പരിപാടിയിൽ പറഞ്ഞു. അഭിമുഖത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ഗണേഷിൻ്റെ മറുപടി. ഞാൻ സിനിമയിൽ അഭിനയിച്ച ആളാണ്. എന്നെക്കുറിച്ച് എൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ അവർ നല്ലത് മാത്രമേ പറയൂ. ഞാൻ സ്ത്രീകളെ ഏറെ ബഹുമാനിക്കുന്ന ആളാണ്. ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് സ്ത്രീകളോട് ഇടപെടാറുള്ളത്. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എൻ്റെ പേര് ആരും പരാമർശിക്കാത്തത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്താണ് ഞാൻ, ഗണേഷ് കുമാർ വ്യക്തമാക്കി. മോട്ടോർ വാഹന നിയമത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതികളെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. ആ ഭേദഗതി കേരളത്തിൽ ഉടൻ നടപ്പാക്കില്ല. കേന്ദ്രം ഭേദഗതി ചെയ്തിട്ടുള്ള നിയമങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സാധ്യതകൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത ശേഷമേ ഇതിൻ്റെ തീരുമാനമുണ്ടാകൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തും. നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മാത്രമേ നിയമങ്ങൾ നടപ്പിലാക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ഏത് ജോലി ചെയ്താലും അത് സിനിമാ അഭിനയമാണെങ്കിലും ഏതൊരു ജോലിയായാലും ഒരു ചെടി നടാൻ ഒരു കുഴി എടുത്താൽ പോലും അതൊരു പാഷനോടെ ചെയ്യത്തേ ഉള്ളൂ. അതായത് ക്ലീനിങ് ആയാലും ശരി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏത് ജോലിയും വളരെ ഇഷ്ടത്തോടെ, എൻ്റെ പൂർണ്ണ മനസ്സോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യും. അതുകൊണ്ടാണ് KSRTCയിൽ ഇങ്ങനെ കാര്യങ്ങൾ നടപ്പിലാക്കിയത്. എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. ഈ സർക്കാർ ഇതുവരെ 10,000 കോടി രൂപ KSRTCക്ക് കൊടുത്തു കഴിഞ്ഞു. ബാലഗോപാൽ ധനകാര്യമന്ത്രി ആയതിനു ശേഷം തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ അതിലെ 22,000-ലധികം വരുന്ന തൊഴിലാളികളുടെ ജീവിതം നിലനിർത്തണം എന്നുള്ളതായിട്ട് ജനാധിപത്യ സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധമായ ഒരു ആവശ്യത്തിൻ്റെ പുറത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിങ്ങനെ കടലിൽ കായം കലക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ പോവുകയായിരുന്നു. ഇപ്പോൾ അതിൽ റിസൾട്ട് നമ്മൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സഹായങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമുക്ക് ഈ സഹായം വാങ്ങിച്ചിട്ട് നഷ്ടം ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പണ്ട്. അതുമാറി കഴിഞ്ഞ 2-3 മാസമായി രാജ്യത്ത് ലാഭത്തിൽ പോകുന്ന ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി.